നമസ്കാരം, ഞാൻ അബി. ഞാനിപ്പോൾ നിൽക്കുന്നത് ലീഡ്സിലെ പ്രശസ്തമായ തറവാട് റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നു. സാറിന്റെ പേരെന്താ? എന്റെ പേര് ബാബു ചെറിയാൻ. ബാബു ചെറിയൻ. മാഡം? ജോബി. ഓ വാവ്, ഓക്കെ. അപ്പോൾ തറവാട്ടിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ അറിയാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ തറവാട്ടിന്റെ എത്ര നാളായി ഇപ്പൊ തറവാട്ടിൽ വന്നിട്ട്? തുടർന്നിപ്പോ തന്നെ ഞങ്ങള് ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളിപ്പോ ലീഡ്സിൽ വന്നത് 2007. തറവാട് 2014 ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വന്നു. ഒബ്വിയസ്ലി ഒരു കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സംതിങ് വിച്ച് വി വർ ലുക്കിംഗ് ഫോർവേഡ് ടു. പിന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആക്ച്വലി ഞങ്ങൾ വന്നു തുടങ്ങിയ പിന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ അബവ് എക്സ്പെക്ടേഷൻ. അതുവരെ നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉള്ളത് കുറേ ഗ്രീസി ഫുഡും കുറച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്. ഇത് നമ്മുടെ ഒത്തൻറ്റിക് ഇന്ത്യൻ ടേസ്റ്റ്, ലെസ് ഗ്രീസി ഫുഡ് അതായിരുന്നു. പിന്നെ സ്റ്റാഫും എല്ലാവരും ഫ്രണ്ട്സായി, ഭയങ്കര ഫ്രണ്ട്ലി അംഗമായി. പിന്നെ ഞങ്ങൾ ക്രിക്കറ്റിലും ഇൻവോൾവ്. അപ്പം അതിൽ തറവാട് ബീൻ കീ സ്പോൺസർ. അപ്പം അങ്ങനെ ഒരു അസോസിയേഷനും ഉണ്ട്. അപ്പം അങ്ങനെ കുറേ മെമ്മറീസും ഉണ്ട്. ആനിവേഴ്സറീസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ റിലേറ്റീവ്സ് വല്ലവരും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇവൻ പുറത്തുനിന്ന് വന്നാലും യൂഷ്വലി ഞങ്ങൾ ഇവിടെയാണ് കൊണ്ടുവരാം. ഇതൊരു സേഫ് ചോയ്സാണ്. നമ്മുടെ ടേസ്റ്റിൻ്റെ ഫുഡും കിട്ടും. പിന്നെ യൂഷ്വലി ഒരു എക്സ്പെക്ടേഷൻ ബീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ കൂടുതൽ പറയില്ല ആൾക്കാരോട്, നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണെന്ന് പറഞ്ഞു കൊണ്ടുവരും. പക്ഷേ അത് യൂഷ്വലി തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിലും ദേ ആർ ഓൾവേസ് വെരി ഹാപ്പി. ദേ ഓൾവേസ് ടെൽ us നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകണം. ഇറ്റ്സ് എ വെരി കോസി പ്ലേസ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ തറവാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റാഫ് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും എല്ലാവരും ചിരിച്ചുകൊണ്ട്, എല്ലാവരും നല്ല എന്താ പറയുക സന്തോഷിച്ച് തന്നെ ഇരിക്കുന്നത്. നമുക്കൊരു ശരിക്കും ഫീൽ. അപ്പം അത് ഒരു തറവാടിൻ്റെ സീക്രട്ട് ആണോ? അതാണോ ഇവിടുത്തെ സക്സസ്? ഞാൻ കണ്ടേക്കുന്നത് ഇപ്പൊ സിബി, പ്രകാശ്, ഇവരൊക്കെ ഫ്രണ്ട്സ് ആയി. സോ യു ഓൾവേസ് ഫീൽ ലൈക്ക് യു ആർ കമ്മിങ് ടു ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വരുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയർ. അതൊന്ന്. പിന്നെ ഞാൻ ഹാവ് സീൻ ദം ഈറ്റിംഗ് ഫുഡ് ഹിയർ റെഗുലർലി. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അവരും ഇവിടുന്ന് തന്നെ എല്ലാ ദിവസവും ഫുഡ് കഴിക്കണം. സോ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് ഹാസ് ടു ബി ഗുഡ്. അങ്ങനെ അപ്പൊ ജനറലി യുനോ ദേ ഓൾസോ മെയിൻറ്റെയിൻ റിലേഷൻസ് വെരി വെൽ. അത് എല്ലാ റെസ്റ്റോറൻറ്റും നമുക്ക് അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ദാറ്റ് ഈസ് പ്രിറ്റി യുണീക് ടു തറവാട്. അപ്പോൾ സാറിന് ഏറ്റവും ഗോ ടു ഡിഷ് ഇവിടെ തറവാട്ടിൽ വരുമ്പോൾ ഫസ്റ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ? മീൻ പൊള്ളിച്ചതാണ് എന്റെ ഫേവറേറ്റ്. മീൻ പൊള്ളിച്ചത് എന്റെ വൈഫിനും ഫേവറേറ്റ് അതാണ്. മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഡിഷാണ്. എന്താണ് വേറെയുള്ള റെസ്റ്റോറൻറ്റുമായിട്ട് നോക്കുമ്പോൾ മീൻ പൊള്ളിച്ചത് എന്തുകൊണ്ട് തറവാട്ടിലെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ മീൻ പൊള്ളിച്ചത് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫിഷിൽ ബോൺസ് കാണില്ല ഒട്ടും. ബോൺസ് ഇല്ല. ഇറ്റ്സ് ഫിഷ് ഫില്ലറ്റ് ആൻഡ് പ്ലസ് ദ സോസ് ഇസ് വെരി ക്രീമി. സോ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ ഒരു ഹാസൽ ഫ്രീ ഡിഷാ. യു ക്യാൻ എൻജോയ് ദ ഡിഷ് ആസ് മൈനസ് ദ ബോൺസ്. അതൊരു യുണീക് പാട്ട്. നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഈ മീൻ പൊള്ളിച്ചത് വേറെ കഴിച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ ബോൺസ് കാണും, പിന്നെ കുറേ എക്സ്ട്രാ സ്പൈസസും കാണും. ഇവിടുത്തെ ഡിഷസ് ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബാലൻസ്ഡ് പാലയാണ്. അപ്പോൾ അതിലിപ്പോൾ പിള്ളേർക്കും കഴിച്ച ബോൺസിൻ്റെ പ്രോബ്ലംസ് ഇല്ല. അന്ന് കൂടുതൽ ബ്ലാൻഡും അല്ല. നോർമൽ ഒരു വെസ്റ്റേണൈസ്ഡ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാൻഡ് ഫുഡാണ്, നമ്മുടെ സ്പൈസസ് കിട്ടില്ല. ഇവിടെ ഭയങ്കര അത് ബ്ലെൻഡ് ഇസ് വെരി ഗുഡ്. അതായത് ഓരോ ഡിഫറെന്റ് ക്രാഫ്റ്റഡ് ഫ്ലേവേഴ്സ് ആണല്ലോ ഇവിടെ വരുമ്പോൾ. അത് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ ഫുഡ് നമുക്ക് സ്മെല്ല് തന്നെ നമുക്ക് തിരിച്ചറിയാം. ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അതായത് നാട്ടിൽ ചെയ്യുന്ന സെയിം സ്മെല്ലും ഉണ്ട്, എന്നാൽ കാണുമ്പോൾ പ്രസന്റേഷൻ വൈസ് ലുക്സ് വെരി ഡിഫറെന്റ്. Absolutely. I mean, each dish is different. You know, it's not the same saucy taste that you get in regular Indian takeaways or Indian restaurants. Each dish is different and each dish is authentic, which is great. ഈ റെസിപ്പി വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുന്നത്? അതായത് ഇതുപോലത്തെ കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ വേറെ മീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ ഇവരുടെ സ്റ്റാൻഡേർഡ് ഇവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഐ മീൻ കൺസിസ്റ്റന്റ്ലി ഗുഡ് ക്വാളിറ്റി ആൻഡ് ഡെലിഷ്യസ് ഫുഡ്.
അതാണ് ഇവരുടെ USP. ആൻഡ് പ്ലസ് ഇവരുടെ ഓണേഴ്സും സ്റ്റാഫും ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അവിടെ. സോ വി ഫീൽ വെരി വെൽക്കംഡ് ഓവർ ഹിയർ. അത് നാട്ടിലൊരു വീട്ടിൽ കയറി ചെല്ലുന്ന ഒരു വൈബാണ് അല്ലേ? Absolutely. And one more thing is, ഞങ്ങൾ actually Bombay born and brought up. അപ്പൊ ബോംബെയിൽ actually Kerala restaurants ഇല്ല, to be honest. In spite of so many years down the line, we still don't have any Kerala restaurants in Bombay. പക്ഷെ ഇവിടെ we are very very happy to have a Kerala restaurant serving authentic food. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ആ ഒരു മെമ്മറീസ് എപ്പോഴും അത് ഇവിടെ വരുമ്പോൾ പുതുക്കും. നൊസ്റ്റാൾജിയ നാട്ടിൽ വരുന്ന നാട്ടില് ഞങ്ങള് ബോംബെയിൽ പോകുമ്പോഴും ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകും. ആ ഒരു ഫീൽ അവിടെ തറവാട്ടിൽ വരുമ്പോൾ യു ഗെറ്റ് ദ സെയിം കൈൻഡ് ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് ആ സെയിം ആ ചൈൽഡ്ഹുഡ് മെമ്മറീസും ആ ഒരു വളർന്ന ഒരു മൂമെന്റ്സ് ഒക്കെ തിരിച്ചു വരും. അതൊരു പ്രത്യേകത കേട്ടോ. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്, അതായത് അവരുടെ ഫ്ലേവേഴ്സും ഫുഡിൽ വഴി നമ്മൾ വി ഗോ ബാക്ക് ഇൻ ടൈം. അതൊരു പ്രത്യേകതയല്ലേ? ഇതിന്റെ ക്വാളിറ്റി ആക്ച്വലി എല്ലാവർക്കും 10 വർഷം കഴിഞ്ഞു, എന്നാലും when we come here നമുക്ക് ആ സെയിം എക്സ്പെക്ടേഷൻ സെയിം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് വരുന്ന വിസിറ്റും എല്ലാം അപ്പൊ അത് സെയിം ആയിട്ട് തന്നെ അല്ലേ? ശരിക്കും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഡിസപ്പോയിന്റ് ആയിട്ടില്ല. വിത്ത് എനി വിസിറ്റ് ഓഫ് us. It has always been good. താങ്ക് യു. അപ്പോൾ ഈ 10 വർഷമായിട്ട് വരുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ, ഓ ആ ഒരു സമയം അടിപൊളിയായിരുന്നു? എന്റെ ഫ്രണ്ട് USC വന്നപ്പോ we had got them here, to treat them. And she was totally blown away by the food that she had. And in fact, she even called Prakash and asked him, what the recipe details were like. So she loved it. She just loved it over here. ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ച ബാബു ചെറിയൻ ആൻഡ് ഫാമിലിയോട് എന്റെയും തറവാടിന്റെയും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു.